ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ചോക്ലേറ്റിൻ്റെ കേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് കേക്കിൻ്റെ നമ്മൾ ബേസ് ചെയ്തെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കൂടാതെ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മുട്ട, അതേപോലെ കൊക്കോ പൗഡർ, ക്രീം, ബീറ്റർ, ഓവൻ ഒന്നും ഉപയോഗിക്കാതാണ് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒരു ഗ്ലാസോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ പാക്കറ്റ് പൊടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുന്ന പൊടിയാണ്, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ ഗോതമ്പ് പൊടി. ഇനി അളവ് കപ്പ് ഉള്ളവർ 250 ml കപ്പിൽ ഒരു കപ്പ് നിറയെ ഗോതമ്പ് പൊടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ഇനി അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു തവണ നമ്മൾ ഈ ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാണ് കേട്ടോ. ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഈ ഒരു ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നും കൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ 2 ടീസ്പൂണോളം കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലാതെ നിങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കോഫി പൗഡർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു 5 രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് നെസ്കഫയുടെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് 2 ടീസ്പൂണോളം വരുന്ന കോഫി പൗഡർ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം വരുന്ന പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി നമ്മൾ എന്തിനാ ഈ ഒരു കേക്കിൽ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഒന്ന് മാറി നിന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടീസ്പൂണോളം വരുന്ന പാൽപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഇതേ ഒരു കേക്ക് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പാൽപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ചൂട് മാത്രം കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു കോഫി പൗഡറും പാൽപ്പൊടിയും ആ ഒരു വെള്ളത്തിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വരുന്ന പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണം കേട്ടോ, എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കണ്ട. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു കോഫി പൗഡറിൻ്റെ മിക്സുമായിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, അതേപോലെ ഒരുപാട് തണുത്തിട്ടുള്ള പാല് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ആ ഒരു ചൂട് മാത്രം കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് പാലും കൂടി നമുക്ക് ഇതിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ചിട്ടുണ്ട്, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലുള്ളൊരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട, പതുക്കെ പതുക്കെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല, അതേസമയം ഒരുപാട് ടൈറ്റിലിരിക്കാനും പാടില്ല. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ താഴോട്ട് വീഴണം. അതാണ് കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ബാറ്ററും നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലോട്ട് അങ്ങോട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ ഒരു കേക്ക് ടിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ബാറ്റർ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലുള്ളൊരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇറുക്കിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലുള്ളൊരു ഇറുക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കേക്ക് ടിന് ഇതുപോലെ പതുക്കെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് ടിന് ഇതുപോലുള്ളൊരു പ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലുള്ളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായി കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 40 മിനിറ്റ് കേട്ടോ. ഇത് സാധാരണ മൈദ ചെയ്തുന്ന പോലെയല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 40 മിനിറ്റ്. അപ്പോൾ കറക്റ്റ് സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെന്ന് പറയുകയില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂട്ടല്ല ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീമൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്രീമിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ഇട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് ഗനാഷ് ഞാൻ തയ്യാറാക്കിയത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ക്രീമൊക്കെ ആ ഒരു നമ്മുടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കേക്കിൽ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്ന കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇതവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചായക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.